basic statistics. അടുത്തത് ഇന്നലെ നമ്മൾ കുറേ ഡെഫിനിഷൻസ് പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി ഇന്ന് what do you mean by expectation of a random variable? Expectation അഥവാ മറ്റൊരു വാക്ക് ഏതാണ്? Expectation means arithmetic mean. അല്ല, എന്നിട്ട് ഫോർ എക്സാമ്പിൾ ആയിട്ട് അത് ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, ജസ്റ്റ് ആ പോയിന്റ് മാത്രമാണ്. ലെറ്റ് ക്യാപിറ്റൽ എക്സ് ബി എ റാൻഡം വേരിയബിൾ which assigns values x1, x2, x3, etc. xn. റാൻഡം വേരിയബിൾ ആകുമ്പോൾ ആ x1, x2, etc. xn അതിന് പ്രോബിലിറ്റീസ് ഉണ്ടാവും. വിത്ത് പ്രോബിലിറ്റീസ് f of x1, അതായത് എക്സിൻ്റെ വാല്യൂ x1 ആകാനുള്ള പ്രോബിലിറ്റി f of x1 is equal to p1, small p2, etc. The probability that x is equal to xn, f of xn is equal to pn. Then expectation of x അഥവാ arithmetic mean of the random variable x, ശരാശരി xന്റെ വാല്യൂ is defined by ഇതാണ് mu of, അത് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് is denoted by mu of x and is defined by x1 into അത് ഒക്കെയാണ് പ്രോബിലിറ്റി f of x1 plus x2 into f of x2 plus etc. plus xn into f of xn. That is f of x1 is equal to p1, x1 into p1 plus x2 into p2 plus etc. plus xn into pn. Or expectation of x which is denoted by e of x or mu of x. Mu of x is equal to sigma xi into pi. Okay? ഇനി അത് ക്ലാസ് അന്ന് എടുക്കുമ്പോൾ നേരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറേ കുട്ടികളുടെ മാർക്കാണ് എക്സ് എന്ന് വിചാരിക്കുക. ഇനി എഫ് എന്നതിൻ്റെ പ്രോബിലിറ്റി എന്നുള്ളതിന് പകരം കുട്ടികളുടെ എണ്ണവുമാണ്. ദെൻ വാട്ട് ഈസ് ദി ആവറേജ് മാർക്ക്? ആവറേജ് മാർക്ക് കിട്ടാനുള്ള, ശരാശരി മാർക്ക് കിട്ടാനുള്ള മാർഗം എന്താണ്? ഓരോ കുട്ടിയുടെയും മാർക്കിനെ അതിൻ്റെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അല്ലേ? അന്നേരം x1 ഇൻറ്റു അതിൻ്റെ എണ്ണം f1 ആണെങ്കിൽ x1 f1, x2 f2, etc. xn fn ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് മീൻസ് f1 plus f2 plus etc. plus fn ആണ്. അതാണ് അരിത്മെറ്റിക് മീൻ. ഇങ്ങനെ x1 f1 plus x2 f2 etc. xn fn ഡിവൈഡഡ് ബൈ f1 plus f2 plus etc. plus fn. What is here f of? ഇവിടെ p1 plus p2 plus etc. plus pn is equal to എത്രയാണ്? അത് പ്രോബിലിറ്റീസ് ആണ്. അതായത് എക്സിൻ്റെ വാല്യൂ, റാൻഡം വേരിയബിൾ എക്സിൻ്റെ വാല്യൂ x1ഉം x2ഉം x3ഉം xnഉം ആകാനുള്ള പ്രോബിലിറ്റീസ് ആണ്. അങ്ങനെ p1 plus p2 plus etc. plus pn is equal സം ഓഫ് ദി പ്രോബിലിറ്റി. സം ഓഫ് ദി പ്രോബിലിറ്റി എത്രയായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെ ഡിവൈഡഡ് ബൈ f1 plus f2 plus etc. fn എന്നുള്ളതിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. അത് ശരാശരി കണ്ടുപിടിക്കുന്ന അതേ മാർഗം തന്നെയാണ്, ആവറേജ് ആണ്. എന്നാൽ ഇങ്ങനെയായിരുന്നു റാൻഡം വേരിയബിൾ x1, x2, etc. xnഉം അതിൻ്റെ പ്രോബിലിറ്റീസ് p1, p2, etc. pnഉം ആയാൽ then expectation of x, അതായത് arithmetic mean value of x is equal to sigma xi into pi. ഫോർ എക്സാമ്പിൾ എന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരു ഡൈ റോൾ ചെയ്യും. ഒരു ഡൈ റോൾ ചെയ്താൽ അതിനകത്ത് ഒക്കെയാവുന്ന ഫേസ് വാല്യൂസ് ഏതൊക്കെയായിരിക്കും? 1 വരാം, 2 വരാം, 3 അങ്ങനെ എക്സെട്ര എവിടെ വരെ ഉണ്ടാകുന്ന അർത്ഥം 6 വരെ ഉണ്ടാവും, ഇല്ലേ? അങ്ങനെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ശരാശരി എന്നെ പ്രതീക്ഷിക്കപ്പെടുന്ന ശരാശരി ഫേസ് വാല്യൂ അല്ല പറയാം. അതിനേക്കാൾ നല്ലത് എന്തായിരിക്കുന്നതാണ്? If a die is wrong, what is the expected face value? പ്രതീക്ഷിക്കപ്പെടാവുന്ന ഫേസ് വാല്യൂ അല്ലേ? ഇനി അത് വലിയ ആലോചിച്ച് നോക്കുക. ഒരു കോയിൻ ടോസ്ഡ് 3 times. ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുകയാണെങ്കിൽ ഒരു ചോദ്യം ഇങ്ങനെ വരാം, ശരാശരി ഹെഡുകളുടെ എണ്ണം അഥവാ ശരാശരി ടൈലുകളുടെ എണ്ണം. പക്ഷെ അതിനേക്കാൾ നല്ലൊരു വാക്ക് ഏതായിരിക്കുന്നതാണ്? പ്രതീക്ഷിക്കപ്പെടുന്ന ഇഫ് എ കോയിൻ ഈസ് ടോസ്ഡ് 3 times, എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഹെഡ്സ്, അല്ലേ? പ്രതീക്ഷിക്കപ്പെടുന്ന ഹെഡുകളുടെ എണ്ണം അഥവാ പ്രതീക്ഷിക്കപ്പെടുന്ന ടൈലുകളുടെ എണ്ണം. അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അരിത്മെറ്റിക് മീൻ എന്നുള്ളതിന് പകരം ഏത് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? ഇ ഓഫ് എക്സ് അഥവാ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ഇങ്ങനെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. എ ഡൈ ഈസ് റോൾ. ഒരു ഡൈ റോൾ ചെയ്താൽ അതിനകത്തുള്ള ഫേസ് വാല്യൂസ് എക്സ് എടുക്കാൻ കഴിയുന്ന വാല്യൂസ്, ഫേസ് വാല്യൂ ഇതാണ് എക്സ് എന്ന് വിചാരിക്കുക. ഫേസ് വാല്യൂ അപ്പിയർ അതാണ് എക്സ്. ദെൻ എക്സ് ക്യാൻ അസൈൻ ദ വാല്യൂസ് 1, 2, 3 etc. up to 6. നമ്മൾ നോക്കിയതാണ്. What is the probability of 1? എക്സിൻ്റെ വാല്യൂ 1 ആകാനുള്ള പ്രോബിലിറ്റി അഥവാ p of 1 is equal to 1/6. 2 ഒക്കെയാണ് പ്രോബിലിറ്റി എത്രയാണ്? അത് 1/6. അതുപോലെ 6 എന്ന് പറയുന്ന ഫേസ് വാല്യൂ ഒക്കെയാണ് പ്രോബിലിറ്റി എത്രയായിരിക്കും? 1/6. അന്നേരം ഒരു ഡൈ റോൾ ചെയ്താൽ എക്സ്പെക്റ്റഡ് ഫേസ് വാല്യൂ ഈസ് ഈക്വൽ ടു ഇങ്ങനെയാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ xi into pi. ദാറ്റ് ഈസ് x1 എക്സ് എടുക്കാൻ കഴിയുന്ന വാല്യൂ ആണ്. എക്സ് മീൻസ് ദ ഫേസ് വാല്യൂ അപ്പിയർ. അന്നേരം ഫേസ് വാല്യൂ അപ്പിയർ അത് ഡൈ റോൾ ചെയ്താൽ 1, 2, 3 അങ്ങനെ 6 വരെ ഏതെങ്കിലും ഒരെണ്ണമാണ് വരിക. അന്നേരം 1 ഇൻറ്റു അത് ഒക്കെയുള്ള പ്രോബിലിറ്റി 1/6 പ്ലസ് അതാണ് 1 into 1/6
plus 2 into 1 by 6 plus etc. plus 6 into 1 by 6. Okay, this is the number adding with 1 by 6 outside. 1 by 6 outside 1 plus 2 plus etc. 6 into. That is 1 by 6 into 21 equal to 3.5. 3.5 എന്ന് പറഞ്ഞാൽ ഒരു ഡൈ റോൾ ചെയ്താൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? പ്രതീക്ഷിക്കാവുന്ന ഫേസ് വാല്യൂ 3.5 എന്നാണ്. ഒരിക്കലും ഫേസ് വാല്യൂ 0 അല്ലെങ്കിൽ 1, 2, 3, 4, 5 അങ്ങനെ വരും. ദശാംശം വരില്ല. That means the expected face value is 4 ആയിരിക്കും. അടുത്തത് ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. എ കോയിൻ ഈസ് ടോസ്ഡ് ത്രൈസ്. ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുന്നു. ഫൈൻഡ് ദി എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഹെഡ് അഥവാ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ടെയിൽസ്. അപ്പോൾ ആ 1 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ ചോദ്യങ്ങളിൽ ഈ എക്സ്പെക്റ്റേഷൻ്റെ സാധാരണ ഒരു കണക്ക് എപ്പോഴും വരാറുള്ളതാണ്. എന്നാൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് ദിസ് വൺ, എ കോയിൻ ഈസ് ടോസ്ഡ് ത്രൈസ്. Find the expected number of heads. Okay? Then ആദ്യം നമ്മൾ അതിൻ്റെ എന്ത് ചെയ്യും? സാമ്പിൾ സ്പേസ് എഴുതണം. If a coin is tossed thrice, 3 പ്രാവശ്യം ടോസ് ചെയ്താൽ അതിൻ്റെ സാമ്പിൾ സ്പേസ് ഏതൊക്കെയായിരിക്കും? 3 ഹെഡ് ആകാം, ഓർ HT അല്ലേ, HTH, HTT ഇങ്ങനെ. അതേപോലെ ടെയിൽ തുടങ്ങുന്നത്. നമ്മുടെ സാമ്പിൾ സ്പേസിനകത്തുള്ള നമ്പേഴ്സിൻ്റെ എണ്ണം എത്രയായിരിക്കും? സാമ്പിൾ സ്പേസിനകത്തുള്ള നമ്പേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? 8. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? പ്രതീക്ഷിക്കപ്പെടുന്ന ഹെഡുകളുടെ എണ്ണം ചോദിച്ചിരിക്കുന്നത്. എന്നാൽ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സിന് ഡിഫൈൻ ചെയ്യും. ക്യാപിറ്റൽ എക്സ് ബി ദ റാൻഡം വേരിയബിൾ ഡിഫൈൻഡ് ബൈ നമ്പർ ഓഫ് ഹെഡ്സ്. എന്നാൽ നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറഞ്ഞാൽ വട്ട് ഈസ് എക്സ് ഓഫ് HHH. ഇതിനകത്തുള്ള ഹെഡുകളുടെ എണ്ണം 3 ആണ്. ഇതിനകത്തുള്ള ഹെഡുകളുടെ എണ്ണം എത്രയായിരിക്കും? 2 ആയിരിക്കും. എന്നാൽ ആ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സിന് എടുക്കാൻ കഴിയുന്ന വാല്യൂസ് 3 പോയിന്റാണ് ടോസ് ചെയ്യുന്നത്. 3 പോയിന്റ് ടോസ് ചെയ്താൽ നമ്പർ ഓഫ് ഹെഡ്സ് എന്തായിരിക്കും എന്നാണ്? ഒരു ഹെഡ് ഇല്ലാത്ത കേസ് ഉണ്ടാവാം, പിന്നെ 1 ഹെഡ് വരാം, 2 ഹെഡ് വരാം, 3 ഹെഡ് ആവാം. ഇതുപോലെ അന്നേരം അങ്ങനെ എക്സിനെ ഡിഫൈൻ ചെയ്താൽ ദാറ്റ് റാൻഡം വേരിയബിൾ എക്സ് ക്യാൻ ടേക്ക് ദ വാല്യൂസ് ഏതൊക്കെ? 0, 1, 2, 3. ഓക്കെ, then അതിന് പ്രോബിലിറ്റീസ് കണ്ടുപിടിക്കും. എക്സിന്റെ വാല്യൂ 0 ആവാനുള്ള പ്രോബിലിറ്റി ദാറ്റ് എക്സ് ഈസ് ഈക്വൽ 0. പ്രോബിലിറ്റി ദാറ്റ് എക്സ് ഈസ് ഈക്വൽ 0 മീൻസ് ഇതൊക്കെ ചെയ്യണം. ടി ഹെഡുകളുടെ എണ്ണം എവറി ഹെഡ് വരാൻ പാടില്ല. ഒരു ഹെഡ് വരാൻ പാടില്ലെങ്കിൽ എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8. Then probability of x is equal to 1. അത് എക്സിന്റെ വാല്യൂ 1 ആണുള്ള പ്രോബിലിറ്റി. ഒരു ഹെഡ് വരുന്ന കേസിൽ അതൊക്കെ ഇതിനകത്തൊരു ഹെഡേ ഉള്ളൂ, അതുപോലെ ഇതിലൊരു ഹെഡേ ഉള്ളൂ. ഈ ഔട്ട്കത്തിനകത്ത് എന്തായിരിക്കും? ഒരു ഹെഡ്. ഇതിൽ ആകെ എത്രയായിരിക്കും? 3 എണ്ണം. ടോട്ടൽ എത്രയായിരിക്കും? 3/8. സാമ്പിൾ സ്പേസിനകത്ത് നമ്പേഴ്സിന്റെ 3/8. ഓക്കെ, അങ്ങനെ അതുപോലെ തന്നെ പ്രോബിലിറ്റി ദാറ്റ് x is equal to 2. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ്. 2 ഹെഡ് വരുന്ന കേസിൽ അത് 1 ഇത് 2, അടുത്തെന്തായിരിക്കും? ഇത് 3, അതും എന്തായിരിക്കും? 3/8. പിന്നെ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3. 3 ഹെഡ് ആകാനുള്ള പ്രോബിലിറ്റി അത് ഇതൊക്കെ ചെയ്യണം 1/8. ഈസി. അന്നേരം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നതാണ്? എക്സിന്റെ വാല്യൂസ് ആയി അതിന് കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് കിട്ടി. ഓക്കെ, then what do you mean by expectation of x? Expectation of x is equal to this one, sigma xi into pi. Okay, sigma xi into pi means x1 into p1 plus x2 into p2 x3 into p3 etc. That is 0 into 1/8. 0 into x in the value 0 ആകാനുള്ള പ്രോബിലിറ്റി 1/8 plus 1 into 3/8, 2 into 3/8, 2 into 3/8, അതേപോലെ 3 into 1/8. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടുന്നത്? 12 divided by 8 is equal to 1.5. എന്ന് പറഞ്ഞാൽ ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്താൽ പ്രതീക്ഷിക്കപ്പെടുന്ന ഹെഡുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ എത്രയാണ്? 1.5. 1.5 എന്നുള്ളതല്ല, എന്തായിരിക്കുന്ന ശരാശരി 2 എണ്ണം എന്തായിരിക്കും? ഹെഡായിരിക്കും. 1.5 ആയിരിക്കത്തില്ല. 1.5 ഹെഡുകൾ പറയാൻ പറ്റില്ല. എന്നാൽ ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്താൽ അതിന് പകുതി എണ്ണം ഹെഡായിരിക്കും. അതാണ് 3ന്റെ പകുതി നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? 1.5. അതാണ് എക്സ്പെക്ടേഷൻ കിട്ടാനുള്ള മാർഗം. ഇനി അടുത്ത ഈ ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്യുന്നത്, എ കോയിൻ ഈസ് ടോസ്ഡ് 5 times. ഇവിടെ 3 പ്രാവശ്യമാണ്. അതിന് പകരം 5 times 6 times 7 times അംഗീകരിക്കുക. അങ്ങനെ 5 പ്രാവശ്യം ഒരു കോയിൻ ടോസ് ചെയ്താൽ സാമ്പിൾ സ്പേസിനകത്ത് വരുന്ന നമ്പേഴ്സിന്റെ എണ്ണം എത്രയാണ്? അത് ഒരു കോയിൻ ടോസ് ചെയ്താൽ 2 ഔട്ട്. അത് 5 times റിപ്പീറ്റ് ചെയ്താൽ that sample space contain 2 raised to 5. 2 raised to 5 is equal to 32 outcomes ഉണ്ടാകും. ഓക്കെ, ആ ഔട്ട്കമ്മുകൾ എങ്ങനെയൊക്കെയായിരിക്കും ഉണ്ടാകുന്നത്? ആദ്യമേ ടോസ് ചെയ്ത് ഹെഡാകാം, രണ്ടാമത് ടോസ് ചെയ്യുന്നത് ഹെഡ്, തേർഡ് റിസൾട്ട്സിന്റെ ഹെഡ്, 4ാമത്തെ പ്രാവശ്യവും ഹെഡാകാം, 5ാമത്തതും ഹെഡാകാം. അങ്ങനെ ഒരു ഔട്ട്കം എച്ച് 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 എല്ലാം എച്ച്. പിന്നെ അവർ ഇത് വരുന്നൂടെ എച്ച് 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 ടി. ഇങ്ങനെ ഈ 32 എഴുതുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. എഴുതാൻ പറ്റുമോ? അത് എളുപ്പമായിരിക്കുന്നില്ല.
പക്ഷെ ഒരു 3 പ്രാവശ്യമോ 4 പ്രാവശ്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ എഴുതാൻ പറ്റും. പക്ഷെ ഇതതിൻ്റെ ടോട്ടൽ സാമ്പിൾ സ്പേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നോക്കുക, ഇവിടെ നമ്പർ ഓഫ് ഹെഡ്സ്, എ കോയിൻ ഈസ് ടോസ്ഡ് 5 times, ഫൈൻഡ് ദി എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഹെഡ്. എന്നാൽ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എക്സ് മീൻസ് നമ്പർ ഓഫ് ഹെഡ്സ്. അല്ല റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യണം ഇതിനകത്ത്. ഇത് ടൈൽസിൻ്റെ എണ്ണമാണ് ചോദിച്ചിരുന്നെങ്കിൽ ഡിഫൈൻ എക്സ് ഈസ് നമ്പർ ഓഫ് ടൈൽസ് എന്ന് ഡിഫൈൻ ചെയ്യും. ദെൻ വിച്ച് ആർ ദ വാല്യൂസ് ദാറ്റ് എക്സ് ക്യാൻ അസൈൻ? എക്സ് എടുക്കാൻ കഴിയുന്ന വാല്യൂസ്, അതായത് നമ്പർ ഓഫ് ഹെഡ്സ്. ഒരു കോയിൻ 5 പ്രാവശ്യം യൂസ് ചെയ്താൽ കിട്ടുന്ന ഹെഡുകളുടെ എണ്ണം എന്താകും? ഒരെണ്ണം ഹെഡ് അല്ലാതെ വരാം. അത് ഈ ഒരു ഔട്ട്കമാ വരുന്നത് എല്ലാം ഡെയിലാവുകയായിരിക്കും. ടി 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 അങ്ങനെ 5ഉം ഡെയിലായി വരുന്ന കേസ് വരാം. അന്നേരം എക്സിന്റെ നമ്പർ ഓഫ് ഹെഡ് എന്ന് പറഞ്ഞാൽ അത് 0 ആകാം. 1 ഹെഡ് വരുന്ന കേസ് ഉണ്ടാകും, 2 ഹെഡ് വരുന്ന കേസുകൾ, അങ്ങനെ എന്തായിരിക്കും 5ഉം ഹെഡ് ആകുന്ന കേസ് ഉണ്ടാകും. പക്ഷേ 1 ഹെഡ് വരുന്ന കേസ് എത്രയാണ് കൃത്യം പറയാൻ പറ്റില്ല, എന്നാൽ പിന്നെ എടുക്കാൻ പറ്റില്ല, പറ്റുമോ? അതേസമയം എന്തായിരിക്കുന്നതാണ് എക്സിന്റെ വാല്യൂ 0 ആകുന്നത്, അതായത് നമ്പർ ഓഫ് ഹെഡ് 0 ആകുകയാണെങ്കിൽ ഒറ്റ ഒന്നേ ഉള്ളൂ, അതെന്താണ് എല്ലാം ഡെയിലായി വരുന്ന കേസാണ്. പക്ഷെ അവിടെ നമ്മൾ അന്നേരം ഇതേപോലെ തന്നെ സാമ്പിൾ സ്പേസിനകത്ത് അതിന് ഫേവറബിൾ ആയി വരുന്ന എണ്ണം, ഇതിൽ നമുക്ക് 1 ഹെഡ് വരുന്നത് എത്രണ്ണം എന്ന് എണ്ണി കണ്ടുപിടിക്കാം. ഇവിടെ അത് പറ്റില്ല. എന്നാൽ അത് നമ്മൾ ചെയ്ത് മാറിയതാണ് എക്സിന് എടുക്കാൻ കഴിയുന്ന വാല്യൂസ്, നമ്പർ ഓഫ് ഹെഡ്സ് 0, 1, 2, 3, 4, 5. ഓക്കെ, ഇനി പ്രോബിലിറ്റി ദാറ്റ് എക്സ് ഈസ് ഈക്വൽ 0. പ്രോബിലിറ്റി ദാറ്റ് എക്സ് ഈസ് ഈക്വൽ 0 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിയാം, ഹെഡുകളുടെ എണ്ണം 0 ആകും. അന്ന് ഇവിടെ നോക്കി നിങ്ങൾ ഈ 5 ഔട്ട്കമായി ഉണ്ടാകും. ഈ 5 ഔട്ട്കത്തിനകത്ത് ഹെഡുകളുടെ എണ്ണം 0 ആയിരിക്കും. അതെന്താ, ഈ 5ൽ നിന്ന് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യണം, 5 എണ്ണത്തിൽ 0 എണ്ണത്തിന് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം. അതിനുള്ള മാർഗ്ഗമാണ് 5C0. 5C0 divided by total number of elements in the sample space 2⁵. 5C0 is equal to, നമുക്കറിയാം NCR is equal to n factorial divided by r factorial into n minus r factorial ആണ്. അന്നേരം അതിനകത്ത് 5C0 divided by 2⁵ is equal to 1 divided by 30. ഓക്കെ, ഇനി അടുത്ത പ്രോബിലിറ്റി ദാറ്റ് x is equal to 1. ഈ 32 എണ്ണത്തിൽ 1 ഹെഡ് വരുന്ന എത്ര കേസുകളുണ്ട്? 1 ഹെഡ് വരുന്ന ഒരു കേസാണ് എന്തായിരിക്കുന്നത്, ഇങ്ങനെ ഇതെല്ലാം ടി, ഇത് ടി, ഇത് ടി, ഇത് ടി, ഇത് എച്ച്. അന്നേരം അതിനകത്ത് ഒരു ഹെഡ് ഉള്ളൂ. ഇനി വീണ്ടും അടുത്ത ടി, 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 ഇത് ഹെഡിന് പകരം ടി കൊടുക്കുക, ഇത് എച്ച് ആണ് അല്ലേ? അന്നേരം എന്തായിരിക്കുന്ന ഈ ഒരു ഹെഡ് എന്നുള്ളതിന് ഒരു ഹെഡ് വരുന്ന കേസുകളാണ്. 1 ഹെഡ് വരുന്ന കേസുകൾ എങ്ങനെയാകും, ഒറ്റ ഹെഡാണ് വേണ്ടത്. അത് ഈ 5 എണ്ണത്തിനകത്ത് ഒരു എച്ചിനെ എങ്ങനെയൊക്കെ ക്രമീകരിക്കാമെന്നോ, അതുമല്ലെങ്കിൽ 5 ബ്ലാങ്ക് സ്പേസ് എടുക്കും. 5 ബ്ലാങ്ക് സ്പേസ് എടുത്താൽ ഇതേപോലെ തന്നെ ഇങ്ങനെ 5 ബ്ലാങ്ക് സ്പേസ് എടുക്കും. 1, 2, 3, 4, 5. ഈ 5 എണ്ണത്തിനകത്ത് ഒരു എച്ച് എവിടെയൊക്കെ വരാൻ നോക്കിപ്പോലെ ഒരു എച്ചിനെ ഇതിനകത്ത് എങ്ങനെയൊക്കെ ക്രമീകരിക്കാമെന്ന് നോക്കും. കാരണം ഒരു ഹെഡാണ് കിട്ടേണ്ടത്, ബാക്കിയുള്ളതൊക്കെ എന്തായാലും ടെയിലാണ്. അന്നേരം ഈ എച്ച് ഈ പൊസിഷനിൽ വരാം, ഇവിടെ വരാം, ഇങ്ങനെ വരാം, ബാക്കിയുള്ളതൊക്കെ ടെയിലായിരിക്കും. അടുത്ത വർണ്ണത്തിനകത്ത് ഇത് ഹെഡാകാം, പിന്നെ ലാസ്റ്റിന് ഹെഡാകാം. എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു എച്ച് ഈ 5 ബ്ലാങ്ക് സ്പേസിൽ എങ്ങനെയൊക്കെ ക്രമീകരിക്കാമെന്ന് നോക്കും. 5ൽ നിന്ന് ഒരെണ്ണത്തെ എത്ര കേസ് സെലക്ട് ചെയ്യാം, അതാണ് 5C1 divided by 2⁵. ഓക്കെ, then 5C1ന്റെ വാല്യൂ 5 divided by 30. ഇനി അടുത്തത് പ്രോബിലിറ്റി ദാറ്റ് x is equal to. പ്രോബിലിറ്റി ദാറ്റ് x is equal to ഇതിനകത്ത് എന്താണെന്ന് അറിയാമോ, 2 ഹെഡുകൾ എങ്ങനെയൊക്കെ ക്രമീകരിക്കാം ഈ 5 ബ്ലാങ്ക് സ്പേസിൽ അല്ലെ, 2 എച്ച്, ബാക്കി ഇത് 3 ടെയിൽ. ഇനി അതല്ലെങ്കിൽ ഇത് എച്ച്, ഇത് ടെയില്, ഇത് എച്ച് ആണ്, ഹെഡാണ്. നമ്മൾ എന്തായാലും ഈ 5 ബ്ലാങ്ക് സ്പേസിൽ 2 എച്ചുകൾ, 2 ഹെഡുകൾ എങ്ങനെയൊക്കെ ക്രമീകരിക്കും. 5ൽ നിന്ന് 2 എണ്ണത്തെ നമുക്ക് എത്ര കേസ് ക്രമീകരിക്കാം എന്നാണ് 5C2. അങ്ങനെ പ്രോബിലിറ്റി ദാറ്റ് x is equal to 2 is equal to 5C2 divided by 2⁵ equal to 10 divided by 32. Similarly, probability that x is equal to 3. X is equal to 3 is equal to 5C3 divided by 2⁵, 10 divided by 33. ഇനി പ്രോബിലിറ്റി ദാറ്റ് x is equal to 4. 4 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ചില 4 എച്ചുകൾ ഈ 5 ബ്ലാങ്ക് സ്പേസിൽ എങ്ങനെ ക്രമീകരിക്കാം. ദാറ്റ് ഈസ് 5C4 divided by 2⁵. 5C4ന്റെ വാല്യൂ എന്തായിരിക്കും, 5 factorial divided by 4 factorial into 5 minus 4 factorial, 5 divided by 30. ഇനി അതുപോലെ പ്രോബിലിറ്റി ദാറ്റ് x is equal to 5. 5 ഹെഡാണ് പ്രോബിലിറ്റി, അതെന്തായിരിക്കുന്നതാണ് 1 divided by 33. ഇതോടെ 5C5 അഥവാ 1 divided by 33. Then what is expectation of x? Expectation of x is equal to sigma xi into p of I അല്ലേ, p of xi അഥവാ p of I. That means ഈ കേസിനകത്ത് കിട്ടുന്ന വാല്യൂ എന്താ അറിയാമോ, 0 into അല്ലേ
0 into expectation of x is equal to 0 into അതിന്റെ probability എന്തായിരിക്കണം 1 divided by 32 plus 1 into 1 ന് ഒക്കെയാണ് probability 5 by 32 plus 2 into 10 by 32 plus 3 into x ന്റെ value 3 ഒക്കെയാണ് probability 10 by 32 plus 4 into 5 by 32 plus 5 into എന്ത് എടുക്കുക 1 by 32 എല്ലാത്തിനാണ് 1 by 32 ഔട്ട്സൈഡ് എടുക്കുക അതെല്ലാം സം ചെയ്യുക എത്ര കിട്ടുന്നു അതായിരിക്കും ഒരു കോയിൻ 5 പ്രാവശ്യം ക്ലോസ് ചെയ്താൽ പ്രതീക്ഷിക്കപ്പെടുന്ന ഹെഡുകളുടെ എണ്ണം. അടുത്തൊരു പ്രോബ്ലം ആ എക്സ്പെക്ടേഷൻ റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്ടേഷൻ കാണുന്നതിന് ഈ മോഡലുള്ള പ്രോബ്ലങ്ങൾ നമ്മൾ നോട്ടിൽ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് അസൈൻസ് ദ വാല്യൂസ് 0, 1, 2, 3 with the corresponding probabilities. That means probability that x is equal to 0 is equal to 2k plus 1. X in the value 1 ആകാനുള്ള probability k minus 1. ഇത് k plus 2. Then probability that x is equal to 3 is equal to k plus 3 ആയിരിക്കും. Find the expectation of x. അതൊരു പ്രോബ്ലം ആയിരിക്കും ഈ ടൈപ്പിലുള്ള പ്രോബ്ലം. എന്നാൽ ഈ ടൈപ്പിൽ പ്രോബ്ലങ്ങൾ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഏതാണ്. ഇപ്പം കെയുടെ വാല്യൂ അറിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു 1 ആകാനുള്ള പ്രോബിലിറ്റി മീൻസ് കെയിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതി. സിമിലർലി പ്രോബിലിറ്റി ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2 if we know the value of k then k plus 2 is the probability. That means you have to find the value of k. To find the value of k we know this property. Being a probability function, the probability function ആയതുകൊണ്ട് sum of the probability is equal to 3 ആയിരിക്കും 1 ആയിരിക്കും. Sum of the probability sigma pi is equal to 1. Complete probability distribution, complete എല്ലാ പ്രോബബിലിറ്റികളും കൂട്ടിയാൽ എപ്പോഴും എന്താണ് അത് 1 ആയിരിക്കും. ഓക്കെ, എന്നാൽ സിഗ്മ പി ഐ ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ ഈ പ്രോബബിലിറ്റി എല്ലാം കൂടെ കൂട്ടും. സിഗ്മ പി എക്സ് ഈസ് ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് ഈ 0 ആകാനുള്ള പ്രോബബിലിറ്റി അതുപോലെ കെ മൈനസ് 1 പ്ലസ് കെ പ്ലസ് 2 പ്ലസ് കെ പ്ലസ് 3 പ്രോബബിലിറ്റി എല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടും 1. അതിനകത്ത് ചിലപ്പം അല്ലാതെ തന്നെ ഒരു മാർക്കിൻ്റെ വീണ്ടും വരാം. ഇതേപോലെ തന്നിട്ട് എന്ത് ചെയ്യാതിരിക്കുന്ന അർത്ഥം കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയാം. അങ്ങനെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് പ്രോബിലിറ്റി ഏതാണ് ആ കെ ഉള്ള അത് പ്രോബിലിറ്റി എല്ലാം കൂട്ടിയാൽ എത്രയായിരിക്കും അർത്ഥം 1 ആണ്. അങ്ങനെ കൂട്ടുമ്പോൾ 2k പ്ലസ് കെ 3k 4k 5k പ്ലസ് ഇത് 3 5 6 6 കുറച്ചാൽ വീണ്ടും 5 5k പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 5k ഈസ് ഈക്വൽ ടു മൈനസ് 5 k ഈസ് ഈക്വൽ ടു മൈനസ് 1. അങ്ങനെ കെയുടെ വാല്യൂ മൈനസ് 1 കൊടുത്താൽ എന്തായിരിക്കും നോക്കിയേ 2k 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1 അങ്ങനെ 0 ആകാനുള്ള പ്രോബിലിറ്റി. ഇവിടെ കെയുടെ വാല്യൂ മൈനസ് 1 കൊടുത്താൽ മൈനസ് 2. അതുപോലെ തന്നെ ഈ വാല്യൂസ് ഓക്കെ. ഈ അങ്ങനെ കെയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നമുക്ക് കറസ്പോണ്ടിങ് സിഗ്മ എക്സ് ഐ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ അഥവാ പി ഐ. അങ്ങനെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ ഇൻറ്റു പി ഐ. സിഗ്മ എക്സ് ഐ ഇൻറ്റു പി മീൻസ് 0 ഇൻറ്റു ഇവിടെ കെയുടെ വാല്യൂ എത്ര കൊടുക്കും മൈനസ് 1 കൊടുത്താൽ അതുപോലെ 1 ഇൻറ്റു മൈനസ് 2 2 ഇൻറ്റു ഇത് മൈനസ് 1 പ്ലസ് 2 3 ഇൻറ്റു മൈനസ് 1 പ്ലസ് 3 ഇതെല്ലാം കൂടെ കൂടും. അതായിരിക്കും ആ കേസിനകത്ത് അതിൻ്റെ അരിത്തമാറ്റിക് മീൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അന്നേരം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അഥവാ അരിത്തമാറ്റിക് മീൻ മിയോ ഓഫ് എക്സ് ഇതുപോലെ കുറച്ച് കണക്കുകൾ ധാരാളം കണക്കുകൾ നിങ്ങൾ ഇത് നോട്ടിൽ ചെയ്തിട്ടുണ്ട്. അന്നേരം എല്ലാ മോഡലിലുള്ള കണക്കുകളും എന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ട് അടുത്ത എന്തെങ്കിലും ക്ലാസ്സിൽ വരുമ്പോൾ സംശയങ്ങൾ ഏതെങ്കിലും കണക്കിനകത്തുണ്ടെങ്കിൽ അത് ചോദിക്കുക. ഓക്കെ, ഇനി എക്സ്പെക്ടേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്തായിരിക്കുന്നതാണ് വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി വേരിയൻസ് വാട്ട് ഇസ് റിലേഷൻ ബിറ്റ്വീൻ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വേരിയൻസിൻ്റെ റൂട്ടാണ് അല്ലേ. അന്നേരം വേരിയൻസിൻ്റെ ഒരു മെഷർ ആ എക്സുകൾ തമ്മിലുള്ള എത്രത്തോളം വേരി ചെയ്ത് കിടക്കുന്ന അതിൻ്റെ ഒരു മെഷറാണ്. അന്നേരം വേരിയൻസ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇത് നേരത്തെ പറഞ്ഞത് സിഗ്മ എക്സ് ഐ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ. അന്നേരം ക്യാപിറ്റൽ എക്സ് റാൻഡം വേരിയബിൾ വിത്ത് അരിത്തമാറ്റിക് മീൻ അഥവാ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മ്യൂ അംഗീകരിക്കുക. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ് സിഗ്മ എക്സ് ഐ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ അഥവാ സിഗ്മ എക്സ് ഐ ഇൻറ്റു പി ഐ ആയിരിക്കും. അന്നേരം എക്സ് റാൻഡം വേരിയബിൾ വിത്ത് അരിത്തമാറ്റിക് മീൻ അഥവാ എക്സ്പെക്ടേഷൻ മ്യൂ. Then variance of x is defined like this. Variance of x is equal to sigma xi minus mu whole square into f of xi. അതിന് എക്സിന് എടുക്കാൻ വരുന്ന വാല്യൂസ് x1 x2 x3 അംഗീകരിക്കുക. അന്നേരം ഞാൻ വരും x1 മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് x1 പ്ലസ്
x2 minus mu all square into f of x2 plus x3 minus mu all square into f of x3 etc. എന്ന് കിട്ടും. അതെല്ലാം കൂടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ റിസൾട്ട് ഇങ്ങനെ കിട്ടും. ഇതാണ് കാണാപ്പാടം പഠിക്കുക. ഇങ്ങനെ സിഗ്മ xi square into f of xi minus sigma xi into f of xi all square. അതായത് radians of x is equal to ഈ റിസൾട്ട് എങ്ങനെയാണ് ഇത് സിഗ്മ xi square into f of xi minus sigma xi into f of xi അതിന്റെ all square. This is variance. അങ്ങനെ വേരിയൻസ് കിട്ടണമെങ്കിൽ ഇതിന്റെ അർത്ഥം നോക്കിയാൽ നിങ്ങൾ ഈ തന്നിരിക്കുന്ന ഓരോ എക്സിനെയും സ്ക്വയർ ചെയ്യും വേണ്ടേ. എന്നിട്ട് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അന്നേരം അത് നമ്മൾ എന്ത് ചെയ്യണം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന മാർഗം അതിന് ഈ എക്സ് ഐ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ വേണം. എക്സ് ഐ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ മീൻസ് ഓരോ എക്സിനെയും അതിൻ്റെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, പ്രോബിലിറ്റിയോട് മൾട്ടിപ്ലൈ ചെയ്യും. അന്നേരം എക്സ് ഐ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ കിട്ടും. അല്ല അന്നേരം എക്സ് അടുത്ത പ്രോബ്ലത്തിനകത്ത് എന്താ കോളത്തിനകത്ത് എന്ത് വരും, അഥവാ റോയ്ക്കകത്ത് എന്തായിരിക്കും പ്രോബിലിറ്റി ഓഫ് എക്സ്. പിന്നെ ഈ എക്സിനെ എഫ് ഓഫ് എക്സ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഐ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ. ആ എക്സ് ഐ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ വീണ്ടും ഒരു എക്സ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഒരു എക്സ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എക്സ് ഐ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ. അതെല്ലാം സം ചെയ്യും. സം ചെയ്താൽ ദിസ് പ്രോപ്പർട്ടി വേരിയൻസ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ മൈനസ് സിഗ്മ എക്സ് ഐ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ ഓൾ സ്ക്വയർ. ഈ മൈനസ് എക്സ് ഐ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ മീൻസ് എന്താണെന്നറിയാമോ, അതെന്താണ്, അത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ. പിന്നെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ എഫ് ഓഫ് എക്സ് ഐ എന്ന് വരും. And then this is equal to variance of x is equal to this is expectation of x square, that is sigma x square into f of x even minus expectation of x in the square. Okay, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എക്സും എഫ് ഓഫ് എക്സും പ്രോബിലിറ്റി ആണ് തരിക. ഓരോ എക്സ് എടുക്കാൻ കഴിയുന്ന വാല്യൂസ് ഇതുപോലെ എക്സ് 0 1 2 അതിൻ്റെ പ്രോബിലിറ്റീസ്. എന്നാൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ മെത്തേഡ് എടുക്കുക, അതായത് ഏറ്റവും എളുപ്പം ഇല്ലേ. പക്ഷേ ഈ രണ്ട് റിസൾട്ടും പഠിക്കുക. ഇനി പഠിപ്പിക്കുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻസ് ഈ വേരിയൻസിൻ്റെ റൂട്ടാണ് ഏത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എന്നാൽ റൂട്ട് ഓഫ് ദിസ് വാല്യൂ, റൂട്ട് ഓഫ് സിഗ്മ അല്ലെങ്കിൽ റൂട്ട് ഓഫ് വേരിയൻസ് എക്സ്, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ മൈനസ് സിഗ്മ എക്സ് ഐ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ ഹോൾ സ്ക്വയർ അതിൻ്റെ റൂട്ട് എടുക്കും. ദാറ്റ് ഈസ് വേരിയൻസ് ഓഫ് എക്സ്. അഥവാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള മാർഗം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. എക്സ് അരിത്തമാറ്റിക് മീൻ മ്യൂ ആയാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടാനുള്ള മാർഗമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കുക. പ്രോബ്ലമായിട്ട് കൺസിഡർ ദി റാൻഡം എക്സ്പെരിമെൻറ്റ് ഓഫ് ടോസിങ് എ കോയിൻ 3 times ഓർ ത്രൈസ്. ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുക. ആൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഫൈൻഡ് ദ എക്സ്പെക്ടേഷൻ and standard deviation of number of heads. അതായത് എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഹെഡും ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഹെഡ്സും ആണ് വിചാരിക്കുക. എന്നാൽ റാൻഡം വേരിയബിൾ എക്സ് എന്ന് അർത്ഥമാക്കുന്നത് എന്താണ്, നമ്പർ ഓഫ് ഹെഡ്. അന്നേരം ഈ 3 coins ആർ ടോസ്ഡ് ടുഗദർ ഓർ എ കോയിൻ ഈസ് ടോസ്ഡ് ത്രൈസ്, ദ സാമ്പിൾ സ്പേസ് ഈസ് ഇങ്ങനെ 8 എണ്ണം എച്ച് 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 ടി ടി ഇങ്ങനെ ഇതായിരിക്കും സാമ്പിൾ സ്പേസ്. നമ്മൾ നേരത്തെ ചെയ്തതാണ്. വാട്ട് ഈസ് ക്യാപിറ്റൽ എക്സ്? ക്യാപിറ്റൽ എക്സ് മീൻസ് നമ്പർ ഓഫ് ഹെഡ്. കാരണം നമ്പർ ഓഫ് ഹെഡ്സിൻ്റെ അരിത്തമാറ്റിക് മീനും അത് എക്സ്പെക്ടേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ്. എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഹെഡും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദർഫോർ ഡിഫൈൻ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് മീൻസ് ഹെഡ്, ഗെറ്റിംഗ് എ ഹെഡ്. അങ്ങനെയാണെങ്കിലും ഇതിനകത്തുള്ള എക്സ് എടുക്കാൻ കഴിയുന്ന വാല്യൂസ് നമ്പർ ഓഫ് ഹെഡ്സ് ഇൻ ദിസ് ഔട്ട്കം 3, number of heads in this outcome 2, number of heads in this outcome 1, number of heads in this outcome 0. That means x can assign the values. ഏതൊക്കെ വാല്യൂസ് എടുക്കാം? 0, 1, 2 and 3. Okay? അന്നേരം ഈ 3 coins are tossed together, or if a coin is tossed thrice, the random variable capital X number of heads, then x can take these values 0, 1, 2, 3 with the probabilities. Probability that x is equal to 0. Number of heads 0 ആകാനുള്ള പ്രോബിലിറ്റി അതാണ്. ഈ ടി 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 ഒക്കെ ചെയ്യണം. അതാണ് 1/8, 3/8, 3/8, 1/8. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തതാണ്. ദെൻ അടുത്ത സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടണമെങ്കിൽ ഇതാണ് സിഗ്മ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ മൈനസ് സിഗ്മ എക്സ് ഐ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ എൻ്റെ ഹോൾ സ്ക്വയർ. ഓക്കെ,
അങ്ങനെ ആദ്യം എന്ത് ചെയ്യുക, xi into f of xi എഴുതും. ഓരോ എക്സുകളെയും കറസ്പോണ്ടിങ് ഫ്രീക്വൻസി അഥവാ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ xi into f of xi, that means 0 into 1/8 equal to 0. 0 into 1/8 is equal to 0. 1 into 3/8, xi into f of xi 3/8. 2 into 3/8 6/8. ഇത് 3 into 1/8 3/8. ഇതെല്ലാം കൂടെ കൂട്ടും. ഇതെല്ലാം കൂടെ കൂട്ടാൻ ഇവിടെ കിട്ടുന്നത് എന്താണ്? സിഗ്മ xi into f of xi. Sigma xi into f of xi means expectation of x. That is equal to 6 12 divided by 8. ഇനി അടുത്ത നമ്മൾ ഈ ടൈമിന്റെ വാല്യൂ. ഇനി അടുത്ത നമുക്ക് എന്താ വേണ്ടത്? സിഗ്മ xi സ്ക്വയർ into f of xi കിട്ടും. അതിന് xi സ്ക്വയർ into f of xi എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൊത്തം സ്ക്വയർ എന്നല്ല. ഇവിടെ x ന് മാത്രമേ സ്ക്വയർ ഉള്ളൂ. x ന് മാത്രമേ സ്ക്വയർ ഉള്ളത് കാരണം ഈ കിട്ടിയിരിക്കുന്നതിനെ xi into f of xi മൾട്ടിപ്ലൈ ബൈ xi. ഇതിനെ ഒരു xi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ xi into xi എന്തായിക്കോളും? xi സ്ക്വയർ എന്നാകും. ദാറ്റ് മീൻസ് ഈ കിട്ടിയതിനെ വീണ്ടും xi കൊണ്ട് 0 into 0 0. അതായത് ഇതിനെ വീണ്ടും x 1 into 3/8 3/8. അല്ലാതെ ഈ 3/8 സ്ക്വയർ എന്നല്ല. സിഗ്മ xi സ്ക്വയർ into f of xi. എന്നാൽ 3/8 into 1. അടുത്ത 6/8 into വീണ്ടും 2. അതാണ് xi into xi f xi. എന്നാൽ 6/8 into 3 12/8. then 3/8 into 3. ഓരോ xi f of xi ഇത് ഓരോ xi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ അങ്ങനെ മൾട്ടിപ്ലൈ 3 into 3/8 9/8. ഓക്കെ, അതായത് 1 into 3/8 2 into വീണ്ടും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. ഇതിനെ വീണ്ടും ഒരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9/8. ഇതെല്ലാം കൂടെ കൂട്ടുക. ഇതെല്ലാം കൂട്ടിയാൽ 24 divided by 8. സിഗ്മ xi സ്ക്വയർ into f of xi is equal to 24/8 is equal to 3. എന്നാൽ എല്ലാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനും വേരിയൻസ് കാണാനും നിങ്ങൾ ആ കണക്കുകൾ എന്ത് ചെയ്യുക, ഇതേപോലെ കറക്റ്റ് കിട്ടണം. ഏത് എക്സ് പ്രോബബിലിറ്റി ഓഫ് എക്സ് xi into f of xi xi square into f of xi. Then standard deviation equal to root of sigma xi square into f of xi minus sigma xi into f of xi അതിന്റെ സ്ക്വയർ. ഓക്കെ, ഇത് എക്സ്പെക്ടേഷൻ ഓഫ് x ആണ്. ഇത് എക്സ്പെക്ടേഷൻ ഓഫ് x square. That is sigma x square into f of xi ന് പകരം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏതാ 3 minus sigma xi into f of xi. Sigma xi into f of xi is equal to 12 divided by 8. 12/8 means 1.5. 1.5 into square. എന്നാൽ 1.5 into square 2.25. അത് 3 ക്കാതെ മൈനസ് ചെയ്യുക. എന്നിട്ട് അതിന്റെ റൂട്ട് എടുക്കുക. അതായിരിക്കും ആ തന്നിരിക്കുന്നതിന്റെ ഏതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എന്നാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്ന കണക്കുകൾ ഇപ്പം നേരത്തെ തന്നെ k ഉള്ള കണക്കുകളായാലും ഇനി അഥവാ ഒരു ഡൈ റോൾ ചെയ്തു 2 ഡൈ റോൾ ചെയ്തു സം ഓഫ് ദി ഫേസ് വാല്യൂ അതിന്റെ അരിത്തമാറ്റിക് മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുന്നത് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ് എടുക്കാൻ കഴിയുന്ന വാല്യൂസ് എഴുതുക. ഏത് ഇപ്പം 2 ഡൈസ് ആ റോൾ ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ എക്സ് മീൻ സം ഓഫ് ദി ഫേസ് വാല്യൂ അത് എഴുതുക. എന്നാൽ ക്യാപിറ്റൽ എക്സ് സം ഓഫ് ദി ഫേസ് വാല്യൂ ആണെങ്കിൽ എക്സ് എടുക്കാൻ കഴിയുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 2 ഡൈസ് റോൾ ചെയ്താൽ 1 1 1 2 1 3 അങ്ങനെ എക്സെട്ര 6 6 വരെ സാമ്പിൾ സ്പേസ് 36 ഒക്കെ ഉണ്ടാവും ഇല്ലേ? അതിനകത്ത് ഓരോന്നിൻ്റെ പ്രോബിലിറ്റി ഉണ്ടാവും. ഇനി അത്രയും ആ റാൻഡം വേരിയബിൾ എക്സ് മീൻസ് സം ഓഫ് ദി ഫേസ് വാല്യൂ. സം ഓഫ് ദി ഫേസ് വാല്യൂ ഏറ്റവും മിനിമം എത്രയാണ്? 2 ആണ്. ഇങ്ങനെ നമ്മൾ എഴുതിയതാണ്. അത് ലാസ്റ്റ് എന്തായാലും 12 വരെ വരും. അങ്ങനെ ആ കേസിനകത്ത് എക്സിന് എടുക്കാൻ കഴിയുന്ന വാല്യൂസ് ഏതൊക്കെയായിരിക്കും? ഇത് 2 3 4 എക്സെട്ര അങ്ങനെ എന്ത് വരും? 12 വരെ വരും. ഇനി 2 ഒക്കെയാണ് പ്രോബിലിറ്റി 1/36. 3 ഒക്കെയാണ് പ്രോബിലിറ്റി 1ഉം 2ഉം 2ഉം 1ഉം വരും. അത് 3/36. അങ്ങനെ പ്രോബിലിറ്റി എഴുതും. എന്നിട്ടോ xi into f of xi ഇതേപോലെ തന്നെ ഓരോ എക്സിനെ f of xi മൾട്ടിപ്ലൈ ചെയ്ത് ഈ കോളം ഉണ്ട്. then അടുത്ത കോളത്തിനകത്ത് ഈ കിട്ടിയതിനെ വീണ്ടും കറസ്പോണ്ടിങ് xi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് എഴുതുക. എന്നിട്ട് ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ അടുത്തത് റാൻഡം വേരിയബിൾ പറഞ്ഞു. നെക്സ്റ്റ് സ്റ്റാൻഡേർഡൈസ്ഡ് റാൻഡം വേരിയബിൾ സെറ്റ് എന്ന് പറയും. അത് റാൻഡം വേരിയബിൾ തന്നാൽ അതിൻ്റെ സ്റ്റാൻഡേർഡൈസ്ഡ് റാൻഡം വേരിയബിൾ സെറ്റിലേക്ക് മാറ്റുക എന്നുള്ളത്. അതിന് ലെറ്റ് ക്യാപിറ്റൽ എക്സ് ബി എ റാൻഡം വേരിയബിൾ വിത്ത് അരിത്തമാറ്റിക് മീൻ യു ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എക്സ് അഥവാ സിഗ്മ ആയിരിക്കും. If capital X is a random variable with arithmetic mean mu and standard deviation sigma, then the standardized random variable z is defined by x corresponding I z. Then z is defined by z is equal to x minus mu divided by sigma. That is x minus arithmetic mean divided by the sigma standard deviation.
അതാണ് സ്റ്റാൻഡേർഡൈസ്ഡ് റാൻഡം വേരിയബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ കൺസിഡർ ദി എക്സ്പെരിമെന്റ് ഓഫ് ടോസിംഗ് 3 coins അഥവാ ടോസിംഗ് എ കോയിൻ 3 times. Then what is the sample space? ഇതാണ് അതിന്റെ സാമ്പിൾ സ്പേസ്. ഈ 8 എണ്ണമായിരിക്കും അല്ലേ? അന്നേരം നമ്മൾ നമ്പർ ഓഫ് ഹെഡ് എക്സ് മീൻസ് റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് ഈസ് ഡിഫൈൻഡ് ബൈ നമ്പർ ഓഫ് ഹെഡ്സ്. Then x can take the values. Number of heads എന്ന് പറഞ്ഞാൽ 0 ഹെഡ് വരെ 1 ഹെഡ് 2 and 3. ഇനി അതിനുള്ള പ്രോബബിലിറ്റീസ് 0 ഹെഡ് മീൻസ് ഹെഡുകളുടെ എണ്ണം 0 ആകാനുള്ള പ്രോബബിലിറ്റി 1/8. ദിസ് ഈസ് 3/8, 3/8 and 1/8 അല്ലേ? നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമുക്ക് അരിത്തമാറ്റിക് മീനിങ് കിട്ടാനുള്ള മാർഗം അറിയാം. അരിത്തമാറ്റിക് മീൻ എന്തായിരിക്കും? xi into f of xi, സിഗ്മ xi into f of xi. അത് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയതാണ് 12/8. അവരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയിരുന്നു നേരത്തെ തന്നെ. എന്നാൽ ഈ തന്നിരിക്കുന്ന റാൻഡം വേരിയബിളിന്റെ അരിത്തമാറ്റിക് മീൻ വ്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ അംഗീകരിക്കുക. Then the standardized random variable z is defined by എന്താ പറയുക? ഇങ്ങനെയാണ്. ഇത് x ന്റെ വാല്യൂ x is equal to x1, x2, x3, x4. അതിനുള്ള പ്രോബബിലിറ്റി f of x1, f of x2, f of x3, f of x4. എന്നാൽ ഇത് x1, x2, x3 അതിനുള്ള പ്രോബബിലിറ്റി f of x4. ഇനി എന്താ പറയുക? z1 സ്റ്റാൻഡേർഡൈസ്ഡ് റാൻഡം വേരിയബിൾ z1 അതായത് x1 ന് കറസ്പോണ്ടിങ് ആയി വരുന്ന റാൻഡം വേരിയബിൾ സ്റ്റാൻഡേർഡൈസ്ഡ് റാൻഡം വേരിയബിൾ z1 is equal to x1 minus mu divided by sigma. അതായത് 0 minus mu divided by sigma. അടുത്തത് x2 1 minus x2 minus mu divided by sigma. 1 minus mu divided by sigma. അപ്പോൾ muവിന്റെ വാല്യൂ സിഗ്മയുടെ വാല്യൂ കൂടെ കൊടുക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അരിത്തമാറ്റിക് മീനിന്റെ വാല്യൂ കൊടുക്കും. അടുത്തത് ഇതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന സെറ്റ് അതായത് 2x3 minus mu divided by sigma. Similarly, the value of z corresponds to 3 is equal to 3 minus mu divided by 3 into sigma. ഇത് ഓരോന്നുമാണ് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് റാൻഡം വേരിയബിൾ സെറ്റിന്റെ വാല്യൂസ്. അതായത് z1, z2, z3, z4. അപ്പോൾ ഈ എക്സ് റാൻഡം വേരിയബിൾ എക്സിന് വാല്യൂ ഉള്ളതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഏതിന് വാല്യൂ ഉണ്ടാവും? സെറ്റിന് വാല്യൂ ഉണ്ടാവും. ഇനി ഈ എക്സിന്റെ അരിത്തമാറ്റിക് മീനും നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചു. ഇൻ ദ സെയിം വേ കാൽക്കുലേറ്റ് ദി അരിത്തമാറ്റിക് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സെറ്റ്. നമ്മൾ ഈ സെറ്റുകളുടെ അരിത്തമാറ്റിക് മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. What is arithmetic mean of x എന്താണ്? Expectation of x is equal to mu of x is equal to sigma xi into f of xi. ഇവിടെ അതിന് പകരം sigma zi into f of zi എടുക്കുക. arithmetic mean. അപ്പോൾ ഈ സെറ്റുകളുടെ അതായത് സ്റ്റാൻഡേർഡൈസ്ഡ് റാൻഡം വേരിയബിൾ സെറ്റ് അതിന്റെ arithmetic mean കാൽക്കുലേറ്റ് ചെയ്താൽ arithmetic mean വാല്യൂ is equal to 0 ആയി. അതായത് mu of z is equal to 0 ആയി. സ്റ്റാൻഡേർഡൈസ്ഡ് റാൻഡം വേരിയബിളിന്റെ arithmetic mean 0. അതേപോലെ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചില്ലേ? ഏതാ ഈ സെറ്റുകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? നമ്മൾ സിഗ്മ xi² into f of xi മൈനസ് സിഗ്മ xi into f of xi ഹോൾ സ്ക്വയർ അതിന്റെ റൂട്ട് എടുത്തിട്ട് ചെയ്തില്ലേ? അതുപോലെ തന്നെ സെറ്റ് ആവുമ്പോഴത്തേക്ക് എന്ത് വരും? റൂട്ട് ഓഫ് സിഗ്മ zi² into f of zi മൈനസ് zi into f of zi ഹോൾ സ്ക്വയർ അതിന്റെ റൂട്ട് എടുക്കും. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് അതിന്റെ എന്ത് കണ്ടുപിടിക്കുക? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചാൽ സെറ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ കാര്യത്തിലായിരിക്കും അർത്ഥം 1 ആയിരിക്കും. അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡൈസ്ഡ് റാൻഡം വേരിയബിൾ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ എന്ന് പറയാനുള്ള കാരണം. അന്നേരം എക്സ് തന്നാൽ ആ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതുണ്ടാവും? സ്റ്റാൻഡേർഡൈസ്ഡ് റാൻഡം വേരിയബിൾ സെറ്റ് ഉണ്ടാവും. x1 z1 x2ന് കറസ്പോണ്ടിങ് ആയിട്ട് z2 അങ്ങനെ ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയി ഓരോ സെറ്റുകൾ ഉണ്ടാവും. ആ സെറ്റുകളുടെ അരിത്തമാറ്റിക് മീൻ സ്റ്റാൻഡേർഡൈസ്ഡ് റാൻഡം വേരിയബിൾ സെറ്റിന്റെ അരിത്തമാറ്റിക് മീൻ 0 ആയിരിക്കും. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആയിരിക്കും. അതാണ് സ്റ്റാൻഡേർഡൈസ്ഡ് റാൻഡം വേരിയബിൾ. അത് വെരിഫൈ ചെയ്യാനുള്ള കണക്ക് ഗൂഗിൾ ചെയ്തിട്ടുണ്ട്. അത് നോക്കുക. Next, joint distribution of two random variables of discrete random variables. Joint distribution of discrete random variable. Discrete random variable means x ന് discrete values മാത്രമേ അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ദശാംശങ്ങൾ എടുക്കാൻ കഴിയില്ല. ഇനി എന്താണ് joint distribution എന്നുള്ളത് നോക്കുക. അതിന് കൺസിഡർ ദി എക്സ്പെരിമെന്റ് ഓഫ് ടോസിംഗ് എ കോയിൻ ട്വൈസ്. ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്യുക. Then what is the sample space? Sample space is HH, HT, TH, TT. അല്ലേ? എന്നാൽ സാമ്പിൾ സ്പേസിനകത്ത് വരുന്ന മെമ്പേഴ്സിൻ്റെ എണ്ണം 4 ആയിരിക്കും. ഇനി ആ സാമ്പിൾ സ്പേസിനകത്ത്
consider two random variables. Two random variables. One random variable capital X. Capital X means number of head. Similarly, capital Y, another random variable. This sample space is different number of tails. X number of heads and Y number of tails. And then X in the values similarly the range set of Y. Range set of X means the values that X can assign. Then the sample space is number of heads. Then R of X, number of heads is 0 head, 1 head, 2 head. Similarly, what is range set of Y? Number of tails. If two coins are tossed, then number of tails 0. One tail in that case. One tail. That means R of X is equal to this value. R of Y. Range set of X and range set of Y. This is the probability distribution of X. Probability distribution of Y. That is X values. That is probability. The probability distribution of X. The probability distribution of X is X. X values become 0, 1, 2. Any corresponding probabilities. Probability that X is equal to 0. X equals 0 is the number of tails that is 0. That is the probability. Number of tails is 0 is the probability is 1/4. Then probability that X is equal to 1. What is the probability? What is the probability is okay, that is 2/4. 2/4. This probability that X is equal to 2. The probability is 1/4. This is the probability distribution of X. That is the probability distribution of Y. The Y the values number of times 0 tail. 0 tail is HX. And then the tail is the probability, then this probability is 1/4. Then Y is equal to 1. That means number of tails is equal to 1. Number of tails equal to 1 means either this one or this outcome. This is the probability 2/4. Then Y is equal to 1. So then Y is equal to 2. Probability that Y is equal to 2 in the value. That is 2 times. 2 times is the probability this is 1/4. This is the probability distribution of X. This is the probability distribution of Y. The next we consider joint probability distribution. The joint probability distribution is separate tables. X and Y. The random 2/2 table represent. That is joint distribution. That means the distribution representing both X and Y. That is the table. That table X values. X values the values of Y right side. Column white row side. And X the values X is equal to 0, 1, 2. And X in the value 0, X in the value 1, X is equal to 2. Similarly, Y is the value. Y is equal to 0, Y is equal to 1, Y is equal to 8. In the probability, the probability X in the value 0, Y in the value 0 is probability. This is the probability function. X is 0, Y is 0, joint the probability. X is 0, Y is 0 is number of head and 0 head. Number of tail is 0. Head and tail is 0 outcome in a theta. One thing is head, and head, tail. The head is 0, tail is 0. Pin on the head is 0. Head is 0. Head is 1. Tail is 0. Joint outcome. Therefore, its probability is 0. Head is 0, tail is 1. Head is 0 tail is 1. Head is the head ഉണ്ട് അതുപോലെ ഇതിനകത്ത് ഹെഡ് ഉണ്ട് ഹെഡുകളുടെ എണ്ണം 0 ആണ് പക്ഷെ ടൈലുകളുടെ എണ്ണം 1 ആയിരിക്കണം ഇവിടെ ഹെഡുകളുടെ എണ്ണം 0 ആണ് പക്ഷെ ടൈലുകളുടെ എണ്ണം 2 ആണ് അപ്പോൾ ഈ വാല്യൂ 0 then what is x 0 y 2 the probability that x is equal to 0 y is equal to 2 ഇവിടെ അങ്ങനെ x is equal to 0 y is equal to 2 ആകുമെന്ന് പറഞ്ഞാൽ ഹെഡുകളുടെ എണ്ണം 0 ടൈൽ എത്രയായിരിക്കണം 2 അത് ഈ ഔട്ട്പുട്ട് നോക്കിക്കേ അതിനകത്ത് ടൈലുകൾ 2 എണ്ണമാണ് ഹെഡുകളുടെ എണ്ണം എത്രയായിരിക്കുന്നത് 0 ആണ് എന്നാൽ probability that x is equal to 0 y is equal to 2 is equal to 1/4 ഇനി അതുപോലെ അടുത്തത് ഇതെന്തായിരിക്കണം ഹെഡുകളുടെ എണ്ണം 1 ആയിരിക്കണം ടൈലുകളുടെ എണ്ണം 0 ആയിരിക്കണം
ഹെഡുകളുടെ എണ്ണം 1 വന്നു കഴിഞ്ഞാൽ ടൈലുകളുടെ എണ്ണം 0 ആയി വരുന്ന ഔട്ട്കം ഇതിനകത്തില്ല. പിന്നെ അടുത്തത് എന്താണ്? x = 1 y = 1. ഇവിടെ വരുന്ന പ്രോബബിലിറ്റി. എന്നാൽ അതിനുള്ള പ്രോബബിലിറ്റി വെച്ചാൽ ഹെഡുകളും 1 ആയിരിക്കണം, ടൈലും 1 ആയിരിക്കണം. ഹെഡ് ഇതിനകത്ത് ഹെഡ് 1 ആണ്, ടൈലും 1 ആണ്. ഇതിനകത്ത് ഹെഡും ടൈലും എന്തായിരിക്കും? 1 വീതമാണ്. എന്നാൽ അത് ജോയിന്റ് ആയിട്ട് ഒക്കർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒക്കർ ചെയ്യുക. Therefore, അതിനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? 2/4. ഇനി അടുത്തത് x = 1 y = 2. ഹെഡ് 1 ടൈല് 2. അങ്ങനെ ഓർക്കുന്നുണ്ടാവും ഒരു ഹെഡും 2 ടൈല്. കാരണം 2 കോയിൻസ് ലൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരിക്കലും ആകെ 2 ഔട്ട്കമേ ഉണ്ടാവുള്ളൂ. 2 ഒരുമിച്ചാണ് വരുന്നത്. എന്നാൽ ഒരു ഹെഡും 2 ടൈല്. ഒരു ഹെഡും 2 ടൈലും ആകുമ്പോൾ 3 ഔട്ട്കമായിരിക്കണം. അങ്ങനെ ഒരു ഔട്ട്കം ഇല്ല. ഇനി അതുപോലെ തന്നെ ഇത് എന്തായിരിക്കണം? x = 2. x = 2 മീൻസ് നമ്പർ ഓഫ് ഹെഡ്സ് 2 ആയിരിക്കും. ടൈലുകളുടെ എണ്ണം 0. അന്നേരം നമ്പർ ഓഫ് ഹെഡ്സ് 2 ടൈലുകളുടെ എണ്ണം 0യുമായി വരുന്ന ഇതാണ് hs. 2 ഹെഡ് ഉണ്ട്, അതിനകത്ത് ടൈലുകളുടെ എണ്ണം എന്താണ്? 0. അന്നേരം ജോയിന്റ് ആയിട്ട് x 2ഉം y 0യും ആകാനുള്ള പ്രോബബിലിറ്റി ഇത് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? നമ്മൾ 1/4. അടുത്ത x 2 y 1. 2 ഹെഡ് ഒരു ടൈല്. 2 ഹെഡ് ഒരു ടൈല് കിട്ടണമെങ്കിൽ 3 പോയിന്റ് ലോസ് ചെയ്തേ നടക്കുള്ളൂ. എന്തായാലും പ്രോബബിലിറ്റി 0. ഇത് 2 ഹെഡും 2 ടൈലും 0 ആയിരിക്കും. ഇനി നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക. ഇതിങ്ങനെ ഈ കോളം നോക്കി ഈ നോക്കാം. ആ നോക്കിയാൽ എക്സിന്റെ വാല്യൂ 0 ആകാനുള്ള പ്രോബബിലിറ്റിയാണ്. അതാണ് നമ്മൾ g ഓഫ് x താഴോട്ട് എക്സ് അതിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ g ഓഫ് x എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ. എന്താ എക്സിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ g ഓഫ് x. അന്നേരം x 0 ആകാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1/4. ഇത് x = 0 ആകാനുള്ള പ്രോബബിലിറ്റി 1/4. x = 1 ആകാനുള്ള പ്രോബബിലിറ്റി 2/4. അന്നേരം x = 1 ആകാനുള്ള പ്രോബബിലിറ്റി 2/4. ഇതെന്താ? x = 1ഉം y-യുടെ വാല്യൂവും വേറെ ഒരുമിച്ച് ഒക്കറി ജോയിന്റ് ആയിട്ട് ഒക്കറി ചെയ്യുന്നത്. അങ്ങനെ x = 1 ആകാന്ന് പറഞ്ഞാൽ y = 0, y = 1 ഇതെല്ലാം കൂടെ കൂട്ടും. കൂട്ടുന്നതാണ് x = 1 ആകാനുള്ള പ്രോബബിലിറ്റി 2/4. അതുപോലെ ഇത് x = 2 ആകാനുള്ള പ്രോബബിലിറ്റി 1/4. ഇത് 0 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും 1/4 ആയിരിക്കും. ശരി. ഇനി അതുപോലെ കോളമായിട്ട് ഇങ്ങോട്ട് നോക്കിയേ. ഇത് y = 0 ആകാനുള്ള പ്രോബബിലിറ്റി ഇതെല്ലാം കൂടെ കൂട്ടിയാണ്. എന്നാൽ ഇത് y = 0 ആകാനുള്ള പ്രോബബിലിറ്റി 1/4. നമുക്കറിയാം y = 0 ആകാനുള്ള പ്രോബബിലിറ്റി 1/4. അടുത്ത y = 1. എന്നാൽ y = 1 ആകാനുള്ള പ്രോബബിലിറ്റിയാണ് ഇവിടെ കൂട്ടി കിട്ടുന്നത്. അതാണ് h ഓഫ് y. കാരണം y-യുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ h ഓഫ് y എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ y = 2 അതിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി ടോട്ടൽ പ്രോബബിലിറ്റി നോക്കുക. ഇത് 1/4, 2/4, 1/4. അതുപോലെ ഇത് 2/4, 1/4, 1/4. that is 4/4 കിട്ടുന്നതാണ് 1 കിട്ടും. അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ടേബിള് എക്സ് റാൻഡം വേരിയബിൾ എക്സിനെയും റാൻഡം വേരിയബിൾ വൈയെയും അതിനുള്ള പ്രോബബിലിറ്റികൾ റെപ്രസെന്റ് ചെയ്യുന്ന ടേബിളാണ്, അല്ലേ? നമ്മൾ ഇത് എക്സിന്റെ വാല്യൂസ് ഇങ്ങോട്ട് എടുക്കും. x1, x2, etc. x1, x2, etc. x. അതേപോലെ വൈയുടെ വാല്യൂസ് y1, y2, y3, etc. y എന്നത് അത് വൈയുടെ വാല്യൂ y1, y2, etc. y. ഇനി അത് രണ്ടും സൈമൾട്ടേനിയസ് ആയി ജോയിന്റ് ആയി ഒക്കെയാണ് പ്രോബബിലിറ്റി. ഇവിടെ എക്സിന്റെ വാല്യൂ 0യും വൈയുടെ വാല്യൂ 0യും ആകാനുള്ള പ്രോബബിലിറ്റിയാണ്. അന്ന് എക്സിന്റെ വാല്യൂ 0യും വൈയുടെ വാല്യൂ 0യും ആകാനുള്ള പ്രോബബിലിറ്റി മീൻസ് ഇതാണ് പ്രോബബിലിറ്റി ദാറ്റ് x = 0, y = 0 ആണ്. അതിന് നമ്മൾ എഴുതുന്നത് എങ്ങനെ എഴുതും? f of 0, 0. അന്ന് ഇവിടെ വരുന്ന പ്രോബബിലിറ്റി എന്താണെന്നറിയോ? പ്രോബബിലിറ്റി ദാറ്റ് x = x1, y = y1, f of x1, y1. ഈ വരുന്ന പ്രോബബിലിറ്റി ആണ് എക്സിന്റെ വാല്യൂ x1 ഉം വൈയുടെ വാല്യൂ y2 ഉം ആകാനുള്ള പ്രോബബിലിറ്റി. ഇവിടെ f of x1, y3, xന്റെ വാല്യൂ x1, y-യുടെ വാല്യൂ y3 ആകാനുള്ള പ്രോബബിലിറ്റി. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുകയാണ്. ഇവിടെ കൂട്ടി കിട്ടുന്നത് എന്തായിരിക്കും അറിയാമോ? x-ന്റെ വാല്യൂ x1 ആകാനുള്ള പ്രോബബിലിറ്റി. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ x = 0 ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ g of x1 ഇവിടെ x1 ആകാനുള്ള പ്രോബബിലിറ്റി. ഇനി അതുപോലെ തന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയി വരുന്നത് ഇത് x-ന്റെ വാല്യൂ x2, ദാറ്റ്സ് വാല്യൂ ഓഫ് y1. എക്സിന്റെ വാല്യൂ x2, വൈയുടെ വാല്യൂ y1 ആകാനുള്ള പ്രോബബിലിറ്റി ദാറ്റ് ഈസ് f of x2, y. ഇവിടെ നമ്മൾ പറയുന്നത് എന്തായിരിക്കും? ഇത് എക്സിന്റെ വാല്യൂ 1 ഉം വൈയുടെ വാല്യൂ 0യും ആകാനുള്ള പ്രോബബിലിറ്റി. ഇതാണെങ്കിൽ എക്സിന്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 1 ആകാനുള്ള പ്രോബബിലിറ്റി. അത് നമ്മൾ എഴുതുന്നത് f of 1 എന്ന് എഴുതും. ഇത് അതുപോലെ അടുത്തത് ഇതെന്തായിരിക്കും അറിയാമോ? എക്സിന്റെ വാല്യൂ x2 ഉം വൈയുടെ വാല്യൂ y3 ആകാനുള്ള പ്രോബബിലിറ്റി. അങ്ങനെ ഓരോന്നിനും ഇതുപോലെ അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഉണ്ട്, അല്ലേ? ഓരോ എക്സിനും. ഇവിടെ വരുന്ന ടൈം ഏതാണ്? ഇവിടെ വരുന്ന പ്രോബബിലിറ്റി മീൻസ് f of xn, y1. ഇവിടെ f of xn, xന്റെ വാല്യൂ xn, y-യുടെ വാല്യൂ y2 ആകാനുള്ള പ്രോബബിലിറ്റി. f of xn, y3, etc. വാല്യൂസ്. ഇനി ഇതെല്ലാം കൂട്ടിയാൽ ഇങ്ങോട്ട് കൂട്ടിയാൽ അത് xന്റെ വാല്യൂ x1 ആകാനുള്ള പ്രോബബിലിറ്റി.
അതുപോലെ തന്നെ H2 ആകാനുള്ള പ്രോബബിലിറ്റി, അങ്ങനെ Xn ആകാനുള്ള പ്രോബബിലിറ്റി. അതുപോലെ താഴോട്ട് ഇതുപോലെ കൂട്ടിയാൽ എന്തായിരിക്കുന്നതാണ് വൈയുടെ വാല്യൂ y1 ആകാനുള്ള പ്രോബബിലിറ്റി, y2 ആകാനുള്ള പ്രോബബിലിറ്റി, yn ആകാനുള്ള പ്രോബബിലിറ്റി. ഇത് ഒരു ടേബിൾ. ആ ടേബിൾ എന്തായിരിക്കുന്ന റെപ്രസെന്റ്സ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബോത്ത് എക്സ് ആൻഡ് വൈ അല്ലെ. ക്യാപിറ്റൽ എക്സും അതുപോലെ ക്യാപിറ്റൽ വൈയും ആ രണ്ട് റാൻഡം വേരിയബിളിനെയും ഒരുമിച്ച് റെപ്രസെന്റ് ചെയ്ത ടേബിളാണ്. ഓർ ദിസ് ഈസ് നോൺ ആസ് ദ ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്. അങ്ങനെ ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എ ടേബിൾ റെപ്രസെന്റിംഗ് the probabilities of the occurrence of both x1 and x and y ആയിരിക്കും. എക്സിന്റെ പ്രോബബിലിറ്റി അല്ലെ എക്സ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി അതുപോലെ വൈക്ക് ഒക്കർ ചെയ്യാൻ സൈമിൾട്ടേനിയസ് ആയിട്ട് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആ ടേബിളാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതേപോലെ ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഓർ ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ തന്നെ 2/2 ടേബിളാണ്. അതിന് താഴോട്ട് ഇങ്ങനെ എക്സിന്റെ വാല്യൂസ് എഴുതും, റൈറ്റ് സൈഡിലേക്ക് വൈയുടെ വാല്യൂസ് എഴുതും. ഈ ഒരു ടേബിളായിരിക്കും ഇത്. ഓരോന്നും എന്താ പറയുക എക്സിന്റെ വാല്യൂ 0 ആകാനുള്ള പ്രോബബിലിറ്റി ഇത് 1, അങ്ങനെ വൈയുടെ വാല്യൂ. പക്ഷേ ടോട്ടൽ പ്രോബബിലിറ്റി എന്തായിരിക്കും